ഇന്ത്യൻ സിനിമാ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയ ക്യാൻവാസിലൊരുങ്ങുന്ന ബ്രഹ്മാണ്ഡ ചിത്രമാണ് നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണ. 2 ഭാഗങ്ങളിലായി പുറത്തിറങ്ങുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രത്തിന് ശ്രീരാമനായി രൺബീർ കപൂറും സീതയായി സായി പല്ലവിയും രാവണനായി റോക്കിംഗ് സ്റ്റാർ യഷുമാണ് വേഷമിടുന്നത്. രാമായണം ഭാഗം 1 2026 ദീപാവലിക്കും 2ാം ഭാഗം 2027 ദീപാവലിക്കും തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രശസ്തമായ സാന്റിയാഗോ കോമിക് കോൺ പരിപാടിയിൽ വെച്ച് സിനിമയുടെ ട്രെയിലർ ആഗോളതലത്തിൽ പുറത്തിറക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ അവസാന നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിർമ്മാതാവ് ആ പ്രഖ്യാപനം നടത്തി. ട്രെയിലർ റിലീസ് മാറ്റിവെച്ചിരിക്കുന്നു. ട്രെയിലർ പ്രതീക്ഷിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആരാധകരെ നിരാശരാക്കിക്കൊണ്ടാണ് നിർമ്മാതാവ് നമിത് മൽഹോത്ര ട്രെയിലർ റിലീസ് നീട്ടിയതായി അറിയിച്ചത്. എന്നാൽ ഈ തീരുമാനത്തിന് പിന്നിൽ വലിയൊരു അന്താരാഷ്ട്ര ബിസിനസ് നീക്കമുണ്ട്. പ്രൈം ഫോക്കസ് സ്റ്റുഡിയോസ്, VFX രംഗത്തെ പ്രമുഖരായ DNEG, യഷിന്റെ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസ് എന്നിവർക്കൊപ്പം പ്രശസ്ത ആഗോള നിർമ്മാണ കമ്പനിയായ സോണി പിക്ചേഴ്സ് എന്റർടൈൻമെന്റ് കൂടി ചിത്രത്തിന്റെ ആഗോള വിതരണത്തിനായി കൈകോർത്തു. ഹോളിവുഡ് സിനിമകൾക്ക് സമാനമായി രാമായണയെ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തിക്കാനാണ് ഈ പുതിയ പങ്കാളിത്തത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ വലിയ സാഹചര്യം കണക്കിലെടുത്താണ് ട്രെയിലർ റിലീസ് മറ്റൊരു തീയതിയിലേക്ക് മാറ്റിയതെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നു. സിനിമയുടെ വിതരണാവകാശം മാറ്റിയതിനേക്കാൾ ഉപരി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായത് നമിത് മൽഹോത്ര പങ്കുവച്ച കുറിപ്പിലെ അവസാന വാചകമാണ്. രാജ്യത്തെ യുവാക്കളാണ് നമ്മുടെ ഭാവി. നമ്മുടെ ഭാവി സംരക്ഷിക്കാനായി നമ്മളിൽ സാധ്യമാകുന്നതിന്റെ പരമാവധി ചെയ്യാം. ജയ് ഹിന്ദ് എന്നായിരുന്നു നമിത് കുറിച്ചത്. ഇതിന് താഴെ ഓസ്കാർ ജേതാവായ സംഗീത സംവിധായകൻ AR റഹ്മാൻ അമേസിംഗ്, ജയ് ഹോ എന്ന് കമന്റ് ചെയ്യുകയും ചെയ്തു. നിലവിൽ ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നിർമ്മാതാവും റഹ്മാനും നൽകുന്ന പരസ്യ പിന്തുണയായാണ് ഇൻഫ്ലുവൻസർമാരും ആരാധകരും ഈ വാക്കുകളെ വ്യാഖ്യാനിക്കുന്നത്. ട്രെയിലർ മാറ്റിവെച്ചതിന് പിന്നിൽ 2 പ്രമുഖ വാദങ്ങളാണ് ഇപ്പോൾ സിനിമാ വ്യവസായത്തിലും സോഷ്യൽ മീഡിയയിലും ഉയരുന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി സമരം കത്തുമ്പോൾ രാജ്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ അവിടെയാണ്. ഇത്തരം സാഹചര്യത്തിൽ ബ്രഹ്മാണ്ഡ സിനിമയുടെ പ്രചരണം നടത്തുന്നത് ഉചിതമല്ലെന്നും വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുമുള്ള ട്രെയിലർ റിലീസ് മാറ്റിയതെന്നാണ് ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. എന്നാൽ സിനിമാ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഇത് കൃത്യമൊരു ബിസിനസ് തന്ത്രമാണ്. ജനശ്രദ്ധ വിദ്യാർത്ഥി സമരത്തിൽ നിൽക്കുമ്പോൾ റിലീസ് ചെയ്താൽ ട്രെയിലറിന് ലഭിക്കേണ്ട പരമാവധി ഓൺലൈൻ റീച്ച് ലഭിക്കില്ല. അതിനാൽ കൃത്യമായ സമയത്ത് റിലീസ് ചെയ്യാനുള്ള തന്ത്രപരമായ പിൻവാങ്ങലാണിത്. ചർച്ചകളിൽ ഉയർന്നുവരുന്ന മറ്റൊരു പ്രധാന സാധ്യത ഹോളിവുഡ് കണക്ഷനാണ്. സോണി പിക്ചേഴ്സ് കൂടി വിതരണത്തിനെത്തിയതോടെ അവരുടെ ഏറ്റവും പുതിയ ഗ്ലോബൽ പ്രൊജക്റ്റായ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന ചിത്രത്തിനൊപ്പം രാമായണയുടെ ട്രെയിലർ ആഗോളതലത്തിൽ പ്രദർശിപ്പിക്കാനുള്ള നീക്കമാണിതെന്നും റിപ്പോർട്ടുകളുണ്ട്. ലോകമെമ്പാടുമുള്ള IMAX തിയേറ്ററുകളിൽ ഹോളിവുഡ് സിനിമകൾക്കൊപ്പം ട്രെയിലർ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് ചിത്രത്തിന് നൽകുന്ന ആഗോള ഹൈപ്പ് വളരെ വലുതായിരിക്കും. കാരണം മാർക്കറ്റിംഗ് തന്ത്രമോ സാമൂഹിക പ്രതിബദ്ധതയോ എന്തുമാകട്ടെ, രാമായണ എന്ന സിനിമയെക്കുറിച്ചുള്ള ആകാശം മുട്ടുന്ന പ്രതീക്ഷകൾക്ക് ഒരു കുറവും വന്നിട്ടില്ല. 8 തവണ ഓസ്കാർ നേടിയ DNEG സ്റ്റുഡിയോസിന്റെ വിഷ്വൽ ഇഫക്ട്സും ഓസ്കാർ ജേതാക്കളായ ഹാൻസ് സിമ്മറും AR റഹ്മാനും ചേർന്നൊരുക്കുന്ന സംഗീതവും ചിത്രത്തിന് ലോകോത്തര അനുഭവം നൽകുമെന്നതിൽ സംശയമില്ല. നിലവിൽ 2ാം ഭാഗത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുമ്പോൾ ട്രെയിലറിന്റെ പുതിയ റിലീസ് തീയതിക്കായി ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്.